നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ വീണ്ടും കളിക്കാനിറങ്ങിയാണ്. എതിരാളികൾ ജംഷഡ്പൂർ FC ആണ്. ആ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം നോഹ് സദോയി കളിക്കുമോ? ആരാധകരാകാംക്ഷയോട് കൂടി നോക്കിയാണ്. കാരണം താരത്തിന് പരിക്കേറ്റിട്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ കളിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം സജ്ജനായി കഴിഞ്ഞുവോ എന്നൊരു ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് TG പുരുഷോത്തമൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്, നോഹ് റീഹാബിലാണ് ഇപ്പോഴുള്ളത്. നോ ഹീസ് ഓൺ റീഹാബ്. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫൈനൽ തീരുമാനം നോഹ് സദോയുടെ കാര്യത്തിൽ എടുത്തിട്ടില്ല. കളിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത സ്ഥിതിവിശേഷം തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മെഡിക്കൽ റിപ്പോർട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തെ കളിപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള തീരുമാനമെടുക്കുക. അതേസമയം ഇനി 3 മത്സരങ്ങളാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത്. പ്ലേ ഓഫ് സാധ്യതയൊക്കെ വല്ലാത്ത രൂപത്തിൽ അങ്ങ് മങ്ങിപ്പോയത് കൊണ്ട് തന്നെ എന്ത് മോട്ടിവേഷൻ എന്നൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലില്ലേ? എന്നാൽ കോച്ച് പറയുന്നു, തീർച്ചയായിട്ടും അടുത്ത 3 മത്സരങ്ങളും വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവർ ഗോൾ ഈസ് ടു വിൻ ദി മാച്ച്. വി ഹാവ് ടു വിൻ ഓൾ 3 മാച്ചസ്. ഇനിയുള്ള എല്ലാ 3 മത്സരങ്ങളും വിജയിക്കണം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. നാളെ ജംഷഡ്പൂർ FCക്കെതിരെയുള്ള കളിക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് മാർച്ച് 7-ന് മുംബൈ സിറ്റി FCക്കെതിരെയും അതിനുശേഷം മാർച്ച് 12-ന് ഹൈദരാബാദ് FCക്കെതിരെയുമാണ് ഇനിയുള്ള മത്സരങ്ങൾ. ഏതായാലും അത്ര ശുഭകരമല്ലാത്ത ഒരു സീസണാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാം. നല്ല രൂപത്തിൽ അവസാനിപ്പിക്കാൻ പറ്റിയാൽ അതെങ്കിലും ഒരു ആശ്വാസമായിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.